നിങ്ങൾക്ക് സ്നോ വൈറ്റ് ആൻഡ് ദി 7 Dwarfs അങ്ങനത്തെ ആ കഥ അറിയോ? അത് ഒരു നല്ലൊരു കഥയാണ്. എനിക്ക് അതിനകത്ത് മനസ്സിലാക്കുന്നത് സ്നോ വൈറ്റ് എന്ന ഒരാളുണ്ടായിരുന്നു. സ്നോ വൈറ്റിൻ്റെ സ്റ്റെപ്പ് മദർ, അതായത് രണ്ടാനമ്മ ഭയങ്കര ക്രൂരയോ അതല്ലായിരുന്നു. അപ്പം ഒരു കണ്ണാടീൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ ദിവസവും ചോദിക്കും, ഈ ലോകത്ത് ആരാണ് ഏറ്റവും വലിയ സുന്ദരി. കുറേ ദിവസം ആ സ്റ്റെപ്പ് മദറിൻ്റെ പേരായിരുന്നു പറഞ്ഞത്, രണ്ടാനമ്മേൻ്റെ പേരായിരുന്നു പറഞ്ഞത്. ഒരിക്കൽ ആ കണ്ണാടി സ്നോ വൈറ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പം ആ സ്റ്റെപ്പ് മദറിൻ്റെ ദേഷ്യം പിടിച്ചിട്ട് അതെടുത്ത് എറിഞ്ഞു, ആ കണ്ണാടി എടുത്ത് നിലത്ത് എറിഞ്ഞ് പൊട്ടിച്ചു. പിന്നെ വേറൊരു ദിവസം ആ സ്റ്റെപ്പ് മദർ തീരുമാനിച്ച് ഓളെ സ്നോ വൈറ്റിനെ കൊല്ലാന്ന്. എന്നിട്ട് ഹാർട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞ്. അപ്പം ആ ഹാർട്ട് ബീറ്റ് എടുത്ത് വരാൻ വിട്ട ആൾക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം ഓളെ കണ്ടാലും കൊല്ലാൻ തോന്നിയില്ല. അപ്പം വഴിയിൽ പോകുന്നൊരു മാനിൻ്റെ ഇതെടുത്തിട്ട് കൊടുത്തു. അപ്പം പിന്നെ ചോദിച്ചപ്പോൾ സ്നോ വൈറ്റ് എന്ന കാട്ടിൽ ജീവിക്കുന്ന സ്നോ വൈറ്റിനെയാണ് ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ദേഷ്യം പിടിച്ചിട്ട് കണ്ണാടി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഓറന്നെ പോയി കൊല്ലാൻ തീരുമാനിച്ചിട്ട് ഒരു ആപ്പിൾ എടുത്തിട്ട് ഒരു ഭാഗം നല്ലതും ഒരു ഭാഗം ചെയ്തത്. അപ്പം ആ നല്ല ഭാഗം ഓറെടുത്ത് ചീത്ത ഭാഗം ഓക്ക് കൊടുത്ത്. എന്നിട്ട് ആ തിന്നപ്പോൾ പോയ്സൺ ആയതുകൊണ്ട് ഓള് നിലത്ത് വീണ്. ആ 7 Dwarfs പറഞ്ഞിരുന്നു ആര് വന്നാലും പുറത്തിറങ്ങുന്നത്. ആപ്പിൾ ഓളെ ഫേവറേറ്റ് ആയതുകൊണ്ട്, സ്നോ വൈറ്റിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് പുറത്തിറങ്ങി. അപ്പം അത് തിന്നപ്പാട് മരിച്ച്. ഒരു രാജകുമാരൻ വന്നിട്ട് ഇങ്ങനെ നെക്കിയപ്പോൾ ആ ആപ്പിൾ തെറിച്ച് പോയി. അപ്പം പിന്നെയും ജീവൻ വന്ന് ഓരോ രണ്ടാളും സന്തോഷമായിട്ട് ജീവിച്ചു. അങ്ങനെയുള്ളൊരു കഥയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ അതിൻ്റെ മോറൽ എനിക്ക് മനസ്സിലായത് പറഞ്ഞാൽ, ഓൾവേസ് ബി കൈൻഡ് ആൻഡ് ഗുഡ് ടു അതർ, ഗുഡ്നെസ് വിൽ വിൻസ് ഇൻ ദി എൻഡ്. ഓൾവേസ് ബി കൈൻഡ് ആൻഡ് ഗുഡ് ടു അതർ, ഗുഡ്നെസ് വിൽ വിൻസ് ഇൻ ദി എൻഡ്. ഇതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഞാൻ സ്പീഡ് പറഞ്ഞുകൊണ്ട് മനസ്സിലായിട്ടില്ല എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഈ കഥ വായിച്ച് ലൈക്ക് അടിക്കുക.